നമസ്കാരം. കേരളത്തിൽ ഗ്രാമവണ്ടികൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ KSRTC-കളുടെ ഗ്രാമ ബസ്സുകൾ, ചെറിയ ബസ്സുകൾ ഇന്ന് വലിയ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ഈ വാർത്തകൾ സൃഷ്ടിച്ച് മുന്നേറുമ്പോൾ ഇത് വാർത്താ പ്രാധാന്യം മാത്രമുള്ള ഒരു വാർത്തയായി കാണണോ, കേരളത്തിൽ KSRTC-യുടെ മുഖം മാറ്റുന്നതിനുള്ള ഒരു വാർത്തയായി കാണണോ, KSRTC-ക്ക് അധിക വരുമാനമുള്ള ഒരു പദ്ധതിയായി ഇത് മാറുമോ? നമ്മൾ ഈ പദ്ധതി 2001-ൽ KV ഗണേഷ് കുമാർ ആദ്യമായി ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ നടത്തിയ മിനി ബസിന്റെ ഇംപ്ലിമെന്റേഷനുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കേണ്ടതായിട്ടുണ്ട്. ഗണേഷ് കുമാർ ആദ്യമായി മന്ത്രിയാകുമ്പോൾ, ഗതാഗത വകുപ്പ് മന്ത്രിയാകുമ്പോൾ കേരളത്തിൽ 360 മിനി ബസ്സുകളാണ് വാങ്ങിക്കൂട്ടിയത്. ഏകദേശം 29,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാഹനം 15 വർഷമാണ് അതിന്റെ ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം ടെസ്റ്റ് നടത്തി അത് ഫിറ്റ്നസ് ഉള്ളതാണെങ്കിൽ അതിന് വീണ്ടും സർവീസ് നടത്താം. കേരളത്തിൽ മിനി ബസ്സുകൾ 360 എണ്ണം വാങ്ങിയിട്ട് ഒരു ബസ് പോലും 15 വർഷം സർവീസ് നടത്തിയിട്ടില്ല എന്ന് കേരളത്തിൽ ഗതാഗത വകുപ്പ് നൽകുന്ന വിവരാവകാശ മറുപടിയിൽ നിന്നും വളരെ വ്യക്തമാണ്. അതിന്റെ അർത്ഥം കേരളത്തിൽ ഗണേഷ് കുമാർ വാങ്ങിയ മിനി ബസ്സുകൾ ഒന്നും 15 വർഷം സർവീസ് നടത്തിയിട്ടില്ല. 10 വർഷം പോലും സർവീസ് നടത്താതെ ആക്രി വിലയ്ക്ക് സ്ക്രാപ്പായിട്ട് തൂക്കി വിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സർവീസ് നടത്താത്ത 3-4 ബസ്സുകളാണ് കേരളത്തിൽ ഗതാഗത വകുപ്പിന്റെയോ അല്ലെങ്കിൽ KSRTC-യുടെയോ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത്. എത്രയും വലിയ ഒരു അഴിമതിയാണ് അത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. വീണ്ടും അതേപോലെ തന്നെ ബസ്സുകൾ വാങ്ങിക്കൂട്ടുകയാണ്. ഈ ബസ്സുകൾ വാങ്ങിക്കൂട്ടുമ്പോൾ 10 ബസ് വാങ്ങിക്കുമ്പോൾ ഒരു ബസ് കമ്മീഷനായി ലഭിക്കും എന്ന വ്യവസ്ഥയിലാണ് KSRTC-യും അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ബസ് ഉടമകളുടെ കമ്പനികൾ നൽകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിൽ ലാഭകരമല്ലാത്ത സർവീസുകൾ നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ലാഭകരമല്ലാത്ത പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ബസ്സുകൾ വാങ്ങിക്കുമ്പോൾ കോടികളുടെ അഴിമതികളാണ് നടത്തുന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. അഴിമതിക്കെതിരെ സംസാരിക്കുകയും പ്രവൃത്തിയിലൂടെ അഴിമതി കാണിക്കുകയും ചെയ്തിട്ട് അഴിമതിക്കെതിരെ സംസാരിക്കുന്ന തരത്തിൽ ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് ഗതാഗത വകുപ്പ് മന്ത്രിയായി നമുക്ക് ചിത്രീകരിക്കേണ്ടി വരും. അദ്ദേഹം മുൻകാലത്ത് അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടത്തിയിട്ടുള്ള ഒരു വികസനം അത് പരിപൂർണമാക്കാതെ, അത് കേരളത്തിൽ ലാഭകരമാക്കാതെ, മിനി ബസ്സുകൾക്ക് കളക്ഷൻ ഉണ്ടായിരുന്നു, റൂട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പൂർണ്ണ രീതിയിൽ ആ ബസിന്റെ 15 വർഷത്തെ സർവീസിൽ അത് ഓടി നേടുന്നതിന് വേണ്ടിയിട്ട് ലാഭകരമാക്കുന്നതിലൂടെ കഴിയാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പദ്ധതി വീണ്ടും പുനരവലോകനം ചെയ്തിരിക്കുകയാണ്. വീണ്ടും വലിയ അഴിമതിയിലേക്ക് നടുവൊടിഞ്ഞ KSRTC-യെ തള്ളിവിടുന്ന ഒരു ഭരണപരിഷ്കാരമായി കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ KSRTC വകുപ്പിനോട് വിവരാവകാശ നിയമപ്രകാരം ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കും. എല്ലാ മറുപടികളും കൃത്യമായും എൻ്റെ പക്ഷവും എൻ്റെ കൈവശവുമുണ്ട്. കേരളത്തിൽ വീണ്ടും അത്തരത്തിലുള്ള വലിയ അഴിമതിക്ക് ഒരു അവസരമൊരുക്കുകയാണ്. കേരളത്തിൽ ഓടുന്ന മിനി ബസ്സുകൾ ഇന്ന് ലാഭകരമായിരിക്കാം, കളക്ഷൻ ഉണ്ടായിരിക്കാം, എന്നാൽ ഇത് അതിന് അനുവദിച്ചിട്ടുള്ള കാലാവധി പൂർത്തീകരിച്ച് ഓടാൻ കഴിയുന്നില്ല. അതിനുള്ള ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകളാണ് എന്നുള്ളതാണ് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത്. ഇത്തരത്തിലുള്ള അഴിമതികൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്.